അല്ല, നിയമപരമായിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ഒന്ന്, പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടില്ല. രണ്ട്, ജലചൂഷണം. സാധാരണ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്ത സന്ദർഭത്തിൽ, ഇപ്പോൾ അവിടെ വെള്ളം കിട്ടുന്നില്ല. ആ സന്ദർഭത്തിൽ ഭൂഗർഭജലം ഏറ്റവും താഴെ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ. അവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ തവണ 2018 മദ്യനയത്തിൽ മാറ്റം വരുത്താതെ കൊണ്ടുവന്നു, ക്യാബിനറ്റിൽ കൊണ്ടുവന്നില്ല, ഇവർക്ക് ഭൂമിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പിൻവലിക്കേണ്ടി വന്നേ. 2018 ഞാൻ ബ്രൂവറി വിഷയം കൊണ്ടുവന്നപ്പോൾ പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോഴും എൻ്റെ കേസ് നിൽക്കുകയാണ്. അതിന് അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് കേസെടുക്കണമെന്നുള്ള ആ കേസ് ഞാൻ ആദ്യം ഗവർണർക്ക് ഞാൻ പരാതി കൊടുത്തു. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഗവർണർ അനുമതി നിഷേധിച്ചു. ഞാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പോയി. കാരണം ഞാൻ കോടതിയിൽ പോയിട്ട് പറഞ്ഞു, ഇത് അന്വേഷിക്കണം. അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ സാങ്ഷൻ വേണമെന്ന നിയമം വന്നത് 2018 അതിനു മുമ്പ് നടന്ന സംഭവമാണ്. അത് വിജിലൻസ് കോടതി അംഗീകരിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോകാൻ അനുവാദം തന്നു. ഗവൺമെൻറ് എന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ പോയി അതിൻ്റെ സ്റ്റേ വാങ്ങി. ഇപ്പോഴും ആ സ്റ്റേ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ്. കേരളത്തിൽ ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ള കേസ്. കോടതി ക്ലോസ് ചെയ്തിട്ടില്ല. ആ സന്ദർഭത്തിലാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നു, ക്യാബിനറ്റിൽ കൊണ്ടുപോകുന്നു, അനുവാദം കൊടുക്കുന്നു. അപ്പോൾ 2000 പറ്റിയ അമളി ഉണ്ടാകാതെ അതിന് പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് താല്പര്യമാണ്? ജനങ്ങളുടെ താല്പര്യമാണോ ഇത്? ജലചൂഷണമുണ്ട്, പരിസ്ഥിതി പ്രശ്നമുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഇത് വ്യാപകമായ ഒരു അഴിമതിക്ക് കളമൊഴുക്കുകയാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അല്ല, അനുമതി കൊടുത്തിട്ടുള്ളല്ലോ. ഇതിങ്ങനെ ആരോരും അറിയാതെ അതീവ രഹസ്യമായി ഇങ്ങനെ ഒരു കമ്പനിക്ക് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഡൽഹി മദ്യ കേസിൽ പ്രതികളായിട്ടുള്ള കമ്പനിയെ വിളിച്ചുകൊണ്ട് വന്നത് ആരാണല്ലേ പറയട്ടെ. ആ പ്രൊജക്റ്റ് വെച്ചാൽ ശരവേഗത്തിൽ ആ പ്രൊജക്റ്റിന് അംഗീകാരം കൊടുക്കേണ്ട എന്താവശ്യമാണുള്ളത്? നമുക്കറിയാമല്ലോ, നാട്ടിലൊരു ചെറിയ പെട്ടിക്കട തുടങ്ങാനുള്ള അനുവാദം പോയാൽ എത്ര മാസം എടുക്കും? അതെ, അത് സത്യമാണ്. അതിപ്പോൾ തെളിയിച്ചിരിക്കുകയാണല്ലോ. അതിപ്പോൾ ശരവേഗതയിൽ ഞങ്ങൾ ആരും വ്യവസായങ്ങൾക്കെതിരൊന്നുമല്ല. ഇത് ഞങ്ങൾ ഇവിടെ വ്യവസായങ്ങളെ പൂട്ടിക്കുകയും വ്യവസായങ്ങൾക്കെതിരെ നിന്നിട്ടുള്ള പാർട്ടി CPM ആണ്, ഞങ്ങളല്ല. അത് നല്ലതാണ്, അത് നല്ലതാണ്. ഒരു കാരണവശാലും വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ജലചൂഷണം ഉണ്ടാകാതെ ആ കമ്പനി മുന്നോട്ട് പോവില്ല. അവിടെ വെള്ളമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ജലം കിട്ടുന്നത്? മഴവെള്ളത്തിൽ നിന്ന് ചെയ്യുമെന്നാണ് പറയുന്നത്. മഴയുള്ള പ്രദേശം അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മഴവെള്ളം കിട്ടുന്നത്? കരാറിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, അതിനായി റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടി റെയിൻ ഷാഡോ റീജിയനിലാണോ ഇത് ചെയ്യേണ്ടത്? അവിടെ കുടിവെള്ളം കിട്ടാത്ത പ്രദേശമാണ്, അവിടെ മഴ നിഴൽ പ്രദേശമാണ്. അവിടെ പാലക്കാട് പോലെ നമുക്കറിയാമല്ലോ, അവിടുത്തെ ചൂട് എത്രമാത്രം വലുതാണ്, എത്ര ഹീറ്റ് ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാനാണ്. ഇതിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞു അഴിമതി ഇടതുമുന്നണിയുടെ ജനിത ഇതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞാൽ ഞാനത് പറയാൻ കാരണം ലാവലിനും പോലുള്ള എത്രയോ അഴിമതികൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് LDFൻ്റെ ജീൻ എന്ന് പറയുന്നത് അഴിമതിയിലാണെന്ന് പറഞ്ഞത്. ലാവലിൻ കേസ് ഇപ്പോഴും കോടതി കിടക്കുകയാണ്. എത്ര കോടി രൂപയുടെ കേസാണ്. അതുപോലെയുള്ള എത്രയോ അഴിമതികൾ ഈ സർക്കാരിനെതിരായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് തിരിച്ചു പുള്ളി ഒരു മറുപടി പറഞ്ഞതാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സുധാകരൻ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ മാറ്റം വേണമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഞാൻ അദ്ദേഹത്തെ മാറ്റണമെന്ന് ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആരോടും.
സാമുദായിക പരിഗണനകളൊക്കെ നോക്കി വേണം പുതിയ പ്രസിഡന്റ് ഒരു വിഭാഗം പറയുന്നു. പട്ടികകളൊക്കെ ഇതിനകം പല മാധ്യമങ്ങളിലും അത് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നതല്ലേ, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു പരിഗണന വേണോ KPCC? അല്ല, ഇപ്പം അങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ, മാധ്യമങ്ങളിലല്ലാതെ ഞങ്ങളാരും കാണുന്നില്ല. പിന്നെ മാറ്റണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, അത് നമ്മളാരും അല്ല. അല്ല, അത് നിങ്ങളല്ലേ പറഞ്ഞത്, ഞങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുക? മാധ്യമങ്ങൾ പറയല്ലേ. എന്തെങ്കിലും തീരുമാനം അല്ല, ACC നേതാക്കളെ ഞാൻ ഇപ്പം എന്നെ പുള്ളിക്ക് അതാണ് ദീപാദാസ് മനുഷ്യ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് കാണണ്ടേ? അത് ഞങ്ങൾ എന്താ സംസാരിച്ചത് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് അവരൊരിടത്തും പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. അല്ല, ഞാൻ പറയുന്നത് KPCC പ്രസിഡന്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ആരും അതൃപ്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മാറ്റം വേണമെന്ന് ആരും പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് മാറ്റം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ വേറെ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതേ കാര്യത്തിലൊക്കെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ്, ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. ഇപ്പോൾ പാർട്ടി ഗ്രൂപ്പൊന്നുമില്ല. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെ സർവേ നടത്തിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു മീറ്റിങ്ങിനകത്തൊരു അഭിപ്രായം പറയുന്നതാണ്. അതിനകത്ത് ഈ ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാമല്ലോ, അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ട കാര്യമില്ല. പ്രതിപക്ഷ കക്ഷികളെല്ലാം ഹാപ്പിയായി. പക്ഷെ നമ്മളിപ്പോൾ പ്രതിപക്ഷത്തെ ഓരോ കക്ഷികളെയും സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പ്രതിപക്ഷ നേതാവിൽ തൃപ്തരല്ല എന്നുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു നയമാറ്റത്തിൽ ശൈലി മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, എന്നോടാരും പറഞ്ഞിട്ടുമില്ല. താങ്ക് യു.